ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ ടൈം കൊണ്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഒരു സോസ് പാനിലാണ്, നോൺ സ്റ്റിക്ക് സോസ് പാനിലാണ് ഇതുണ്ടാക്കുന്നത്. അതിന് ആദ്യം നമുക്ക് പാനിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അണ്ടിയും മുന്തിരിയും ഒന്ന് ഈ നെയ്യിൽ വറുത്തെടുക്കാം. ഇവിടെ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചേഞ്ച് വന്നാൽ നമുക്ക് ഇതിലോട്ട് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. സാദാ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും കാരമൽ ചെയ്തുണ്ടാക്കുന്ന പായസത്തിന് കളർ ചേഞ്ചും ഉണ്ടാകും, വളരെ ടേസ്റ്റിയുമായിരിക്കും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മെസ്സേജായി എത്തുന്നതാണ്. ഇനി ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് കോരി മാറ്റാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഷുഗർ കാരമൽ ചെയ്തെടുക്കുന്നത്. ഇത് കാരമൽ ചെയ്തെടുക്കാൻ ഇതിലോട്ട് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി വരും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് കാരമലായി വരുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ കാരമലായി വരുന്നുണ്ട്. ഇനി ഇതേ സെയിം പാനിൽ തന്നെയാണ് പായസം വെക്കുന്നത്. ഇതൊന്ന് കാരമലായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഈ കാരമലും പാലും കൂടി. അത് കുറച്ച് കഴിഞ്ഞാൽ മെൽറ്റായി വരും. ഇതാദ്യം ഒന്ന് കട്ട പിടിച്ച പോലെ ആവും, പിന്നീട് അതിങ്ങനെ ചൂടാകും തോറും ഈ പാലിൽ കിടന്ന് അത് മെൽറ്റായി വരും. അപ്പോൾ തന്നെ പാലിൽ കളർ ചേഞ്ച് വരും, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരും പാല്. ഇനി ഈ പാല് ഒന്ന് ചൂടായി കഴിയും വരെ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓണാക്കാം. ചൂടായി കഴിഞ്ഞാൽ മതി, തിളക്കണമെന്നില്ല. ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സേമിയ ചേർത്ത് കൊടുത്ത്, ഇവിടെ റോസ്റ്റ് ചെയ്ത സേമിയമായത് കാരണമാണ് ഞാൻ റോസ്റ്റ് ചെയ്യാഞ്ഞത്. റോസ്റ്റ് ചെയ്തതല്ലെങ്കിൽ ഒന്ന് നെയ്യിൽ അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കുമ്പോൾ തന്നെ സേമിയവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ സേമിയ വേവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് പൊന്തി വരുമ്പോൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റാവുന്നതാണ്.
അധികം നേരമൊന്നും കത്തിക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തത് കാരണം സേമിയം വെന്ത് കിട്ടും. ഇനി ഇത് ഒരു ഹാഫ് വേവായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കാരണമാണ് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പായസമാകുമ്പോൾ നല്ലോണം മധുരം വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം 2 ഏലക്കായ ചതച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിയും ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് മാത്രം ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പായസം തിളച്ച് വന്നിട്ടുണ്ട്. പായസം ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയും കാരമൽ ചെയ്തിട്ടുള്ള പായസം ഭയങ്കര ടേസ്റ്റിയാണ്. കല്യാണ വീട്ടിൽ നിന്നും എല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പായസമാണ്. ഈ പായസം ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.